ഉത്സവത്തിനിടെ കൂറ്റൻ രഥം തകർന്നു വീണു. ഉത്സവത്തിന് എഴുന്നള്ളിച്ച കൂറ്റൻ രഥം തകർന്നു വീണ് അപകടം. 100 അടിയോളം ഉയരമുള്ള രഥമാണ് ഉത്സവത്തിനിടെ തകർന്നു വീണത്. അപകടത്തെ തുടർന്ന് ആളുകൾ പരിഭ്രാന്തരായി. എന്നാൽ അപകടത്തിൽ ആർക്കും കാര്യമായ പരിക്കേറ്റിട്ടില്ല എന്നാണ് വിവരം. ബംഗളൂരുവിലെ അനേക്കലിലാണ് രഥം തകർന്ന് അപകടം നടന്നത്. അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടാതെ തൊട്ടടുത്തേക്ക് രഥം തകർന്നു വീണത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. അനേക്കലിലെ ഹുസ്കൂർ മധുരമ ക്ഷേത്രോത്സവത്തിനിടയിലാണ് സംഭവം. കാളകളുടെ പുറത്താണ് രഥം കെട്ടിവലിച്ചിരുന്നത്. ഇതാണ് തകർന്ന് താഴെ വീണത്. കെജ്രിവാളിന്റെ അറസ്റ്റ്. ഇന്ന് രാജ്യവ്യാപക നിരാഹാരം. ഇന്ത്യക്ക് പുറത്തും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്ത രാജ്യവ്യാപക നിരാഹാര സമരം ഇന്ന് നടക്കും. എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും സമൂഹ ഉപവാസം സംഘടിപ്പിക്കാനാണ് AAP ആഹ്വാനം. ഡൽഹിയിൽ ജന്തർ മന്ദിറിലാണ് പ്രതിഷേധം നടക്കുക. ദില്ലി മന്ത്രിമാർ, MLA മാർ, പ്രവർത്തകർ അടക്കം ജന്തർ മന്ദിറിലെ നിരാഹാര സമരത്തിന്റെ ഭാഗമാകും. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാന്റെ നേതൃത്വത്തിൽ MLA മാർ ഭഗത് സിംഗിന്റെ ജന്മസ്ഥലമായ കട്കർ കാലനിൽ നിരാഹാരം അനുഷ്ഠിക്കും. പൊതു ഇടങ്ങളിൽ പ്രതിഷേധിക്കാൻ കഴിയാത്തവർ വീടുകളിൽ നിരാഹാരം അനുഷ്ഠിക്കും. ഇന്ത്യക്ക് പുറത്ത് അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി, നോർവ, അയർലൻഡ്, ഓസ്ട്രേലിയ, കാനഡ എന്നിവിടങ്ങളിലും ഇന്ത്യക്കാർ പ്രതിഷേധിക്കുമെന്ന് AAP നേതാക്കൾ വ്യക്തമാക്കി. വർക്കലയിലെ കൂട്ടബലാത്സംഗം. 2ാം പ്രതി പിടിയിൽ. വർക്കല കൂട്ടബലാത്സംഗ കേസിലെ 2ാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുനെൽവേലി സ്വദേശി പൊൻ ദിനേശിനാണ് കോയമ്പത്തൂരിൽ നിന്നും പോലീസ് പിടിയിലായത്. ഇയാളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച വെള്ളപ്പാണ്ടി എന്ന ആളെയും വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സ്വദേശിയായ യുവതിയെ വർക്കലയിലെ സ്വകാര്യ റിസോർട്ടിലെത്തിച്ച് കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിലെ സൂത്രധാരനാണ് അറസ്റ്റിലായ പൊൻ ദിനേശൻ. അറസ്റ്റ് ചെയ്ത പ്രതികളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. തമിഴ്നാട് സ്വദേശിയായ യുവതിയെ സുഹൃത്തും കൂട്ടാളികളും ചേർന്ന് ന്യൂ ഇയർ ആഘോഷിക്കാനെന്ന പേരിൽ വർക്കല എത്തിച്ച ശേഷം ശീതളപാനീയത്തിൽ ലഹരി കലർത്തി നൽകി ദിവസങ്ങളോളം പീഡിപ്പിക്കുകയായിരുന്നുവെന്നും പ്രതികളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി പാപനാശം കുന്നിൽ നിന്ന് താഴേക്ക് ചാടി യുവതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് കുറ്റകൃത്യം പുറത്തറിയുന്നത്. കേസിൽ 1ാം പ്രതിയും യുവതിയുടെ സുഹൃത്തുമായ വസന്ത്, കാന്തൻ എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി വീടിനുള്ളിൽ മരിച്ച നിലയിൽ. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ആറ്റിങ്ങൽ ഊരുപൊയ്ക സ്വദേശി സംഗീതയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഭീഷണി, അധിക്ഷേപവും. യുവാവ്. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് വാട്സപ്പിൽ കൂടി ഭീഷണി സന്ദേശവും അധിക്ഷേപവും അയച്ചതിനെ തുടർന്ന് യുവാവിനെതിരെ കേസെടുത്ത പോലീസ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ സഞ്ജയ് M. കൗളിനാണ് സന്ദേശം വന്നത്. സന്ദേശം അയച്ചത് തിരുവല്ല പെരിങ്ങര സ്വദേശിയായ റോബിൻ ജോൺ എന്ന യുവാവാണെന്ന് പോലീസ് കണ്ടെത്തി. ഇയാൾക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സഞ്ജയ് M. കൗളിന്റെ ഔദ്യോഗിക വാട്സപ്പ് നമ്പറിലേക്കാണ് അധിക്ഷേപ സന്ദേശം വന്നത്. ആറ്റിങ്ങലിലെ ഇരട്ട വോട്ട് വിഷയത്തിലായിരുന്നു ഭീഷണി. ചാണകസംഖ്യ എന്ന് വിളിച്ച് ഇദ്ദേഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു.